ഹലോ മക്കളെ, അപ്പോൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അല്ലേ. സോ അപ്പോൾ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമെന്ന്. മിസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേവ് ഒപ്റ്റിക്സിലെ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, so first question നോക്കിക്കോളൂ. In the Young's double slit experiment using a monochromatic light of wavelength lambda, the path difference in terms of an integer n corresponding to any point having half the peak intensity is. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? Young's double slit experiment ആണ് അല്ലേ. യെസ്, Young's double slit experiment ആണ്. ഓക്കെ, then എന്ത് തന്നിട്ടുണ്ട്? ഹാഫ് ദ പീക്ക് ഇൻറ്റൻസിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഓക്കെ, പാത്ത് ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എവിടെയുള്ളതാണ്? ആ ഒരു പോയിന്റിൽ എന്താണ് പീക്ക് ഇൻറ്റൻസിറ്റിയുടെ ഹാഫാണ് ഇൻറ്റൻസിറ്റി ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. I is equal to I max into cos സ്ക്വയർ 5/2 ആണ് അല്ലേ. കോസ് സ്ക്വയർ 5/2 ആണ് നമ്മുടെ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി എന്താണ്? ഹാഫ് ദ പീക്ക് ഇൻറ്റൻസിറ്റി, അതായത് I max divided by 2 ആണ് അല്ലേ. I max by 2 equal to cos സ്ക്വയർ 5/2 അല്ലേ. കോസ് സ്ക്വയർ 5/2 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇൻറ്റു I max. ഓക്കെ, ഈ ഒരു I max എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I maxും ക്യാൻസൽ ആയി പോയി. ദെൻ 1/2 ഈക്വൽ ടു കോസ് സ്ക്വയർ 5/2 എന്ന് കിട്ടും അല്ലേ. 1/2 is equal to cos സ്ക്വയർ 5/2. ദെൻ രണ്ട് സ്ഥലത്തും എന്തെടുക്കുക? റൂട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ √2 ഈക്വൽ ടു കോസ് 5/2 എന്ന് കിട്ടും അല്ലേ. കോസ് 5/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 5/2 is equal to എന്തായിരിക്കും? 5/2 is equal to cos inverse 1/√2 അല്ലേ. കോസിന്റെ വാല്യൂ എപ്പോഴാണ് 1/√2 കിട്ടുന്നത്? 45 ഡിഗ്രി ആകുമ്പോഴാണ്. സോ 5/2 is equal to എന്ത് കിട്ടും? π/4 അല്ലെങ്കിൽ 45 അല്ലേ. 45 ഡിഗ്രി അല്ലെങ്കിൽ π/4 എന്ന് കിട്ടും. അതിനർത്ഥം എന്താ? ഫൈയുടെ വാല്യൂ എന്ത് കിട്ടും? 5 is equal to 2π/4 എന്ന് കിട്ടും അല്ലേ. 2π divided by 4 എന്ന് കിട്ടും. ദാറ്റ് is equal to π/2 എന്ന് കിട്ടും അല്ലേ. π/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫൈയുടെ വാല്യൂ എന്തൊക്കെ വരാം? π/2, 3π/2, 5π/2 അല്ലേ. അങ്ങനെയാണ് ഫൈയുടെ വാല്യൂസ് വരുന്നത്. ഇത് ഫേസ് ഡിഫറൻസ് ആണ് അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 5 is equal to നമുക്കറിയാം 2π divided by lambda into പാത്ത് ഡിഫറൻസ് ആണ് അല്ലേ. ഡെൽറ്റ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് is equal to എന്തായിരിക്കും? ലാംഡ ഡിവൈഡഡ് ബൈ 2π into 5 ആയിരിക്കും. ദാറ്റ് is equal to ലാംഡ ബൈ 2π into എന്ത് വരും? π/2 എന്ന് വരും അല്ലേ. π/2 എന്ന് വരും. പൈയും ക്യാൻസലായി. എത്ര കിട്ടും? λ/4 എന്ന് കിട്ടും അല്ലേ. λ/4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് എന്തൊക്കെ വരാം? λ/4, അതുപോലെ 3λ/4, അതുപോലെ 5λ/4 അല്ലേ. അങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് വൺ? 2n + 1 λ/2 അല്ല അല്ലേ. 2n + 1 λ/4. യെസ്, λ/4 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 2n + 1, ഇതിന് നമുക്ക് 2n + 1 into λ/4 എന്ന് എഴുതാം അല്ലേ. 2n + 1 λ/4 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ഗ്രീൻ, റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ്, one color at a time. The fringe width recorded are beta G, beta R and beta B respectively. Then അപ്പോൾ നമുക്കറിയാം ബീറ്റ, അതായത് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് is equal to ലാംഡ ക്യാപിറ്റൽ D divided by സ്മോൾ d ആണ്. ലാംഡ എന്ന് പറയുന്നത് എന്താ? വേവ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ D എന്ന് പറയുന്നത് സ്ലിറ്റും അതുപോലെ തന്നെ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. യെസ്, സ്മോൾ ഡിയോ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ എന്ന് എഴുതാം അല്ലെ. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി ആണ്.
ബീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്ന് എഴുതാം. ഇവിടെ നോക്കിയേ ഏതൊക്കെ കളറാണ്? ഗ്രീൻ, റെഡ്, ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ലാംഡ ആർ, അതുപോലെ ലാംഡ ജി ആൻഡ് ലാംഡ ബി. ഇതിൽ ഏതാണ് വലിയ വാല്യൂ? ലാംഡ ആർ ആണോ, അതോ ഗ്രീനിന്റെ വേവ് ലെങ്ത് ആണോ, ബ്ലൂവിന്റെ വേവ് ലെങ്ത് ആണോ? ഏതാണ് വലുത്? യെസ്, ലാംഡ ആർ ആണ് വലുത് അല്ലെ. ഇങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ വരുന്നത് അല്ലെ. നമുക്കറിയാം വിബ്ജിയോർ അറിയാം അല്ലെ, വിബ്ജിയോ. യെസ്, ഇതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് റെഡ് ആണ്, ഏറ്റവും കുറഞ്ഞത് വയലറ്റ് ആണ് അല്ലെ. സോ ലാംഡ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ ജി, ഗ്രേറ്റർ ദാൻ ലാംഡ ബി ആണ്. ഇതേ റിലേഷൻ തന്നെയാണ് എന്തിനുണ്ടായിരിക്കുക? ബീറ്റയ്ക്ക് ഉണ്ടായിരിക്കുക. കാരണം എന്താ? ബീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ ആർ ഗ്രേറ്റർ ദാൻ ബീറ്റ ജി ഗ്രേറ്റർ ദാൻ ബീറ്റ ബ്ലൂ അല്ലേ. ബീറ്റ ബ്ലൂ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റിലേഷൻ. ഏത് ഓപ്ഷനാണ് കറക്റ്റ് വൺ? ഏത് ഓപ്ഷൻ ആയിരിക്കും? ബീറ്റ ആർ ഗ്രേറ്റർ ദാൻ ബീറ്റ ജി. യെസ്, ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് വൺ. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. യെസ്, നെക്സ്റ്റ് വൺ. എ ലൈറ്റ് സോഴ്സ് വിത്ത് എമിറ്റ്സ് ടു വേവ് ലെങ്ത് ലാംഡ 1 തന്നിട്ടുണ്ട്, ലാംഡ 2 തന്നിട്ടുണ്ട്. is used in a Young's double slit experiment if recorded fringe width for lambda 1 and lambda 2 are beta 1 and beta 2 and the number of fringes for them within a distance y on one side of the central maximum are m1 and m2 respectively, then ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് വേവ് ലെങ്ത് ഉണ്ട്, ലാംഡ 1 ഉണ്ട്, ലാംഡ 2 ഉണ്ട്. ദെൻ അതിന്റെ ഫ്രിഞ്ച് വിട്ടും തന്നിട്ടുണ്ട്, ബീറ്റ 1ഉം ബീറ്റ 2ഉം തന്നിട്ടുണ്ട്. ദെൻ m1ഉം m2 ആണ് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് അല്ലേ. നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് m1ഉം m2 ആണ് വിത്തിൻ എ ഡിസ്റ്റൻസ് y. സെയിം ഡിസ്റ്റൻസിലെ ഉള്ളിലുള്ള ഫ്രിഞ്ചുകളുടെ എണ്ണം അല്ലേ. നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് m1ഉം m2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 4 കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ബീറ്റ 2 ഗ്രേറ്റർ ദാൻ ബീറ്റ 1, m1 ഗ്രേറ്റർ ദാൻ m2, അതുപോലെ ഫ്രം ദ സെൻട്രൽ മാക്സിമം തേർഡ് മാക്സിമം ഓഫ് ലാംഡ 2 ഓവർലാപ്സ് വിത്ത് ഫിഫ്ത്ത് മിനിമം ഓഫ് ലാംഡ 1, അതുപോലെ ദ ആംഗുലാർ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ അല്ലേ. തീറ്റ ഓഫ് ഫ്രിഞ്ചസ് ഓഫ് ലാംഡ 1 ഇസ് ഗ്രേറ്റർ ദാൻ ലാംഡ 2. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇവിടെ നോക്കിയേ ലാംഡ 1ഉം ലാംഡ 2ഉം തന്നിട്ടുണ്ട് അല്ലേ. ലാംഡ 1 ഇസ് ഈക്വൽ ടു 400ഉം അതുപോലെ ലാംഡ 2 ഇസ് ഈക്വൽ ടു 600ഉം ആണ് അല്ലേ. ലാംഡ 1 ഇസ് ഈക്വൽ ടു 400, ലാംഡ 2 ഇസ് ഈക്വൽ ടു 600 ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ ലാംഡ 2 ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ 1 ആണ്. സോ ബീറ്റ 2 ഈസ് ഗ്രേറ്റർ ദാൻ ബീറ്റ 1 അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, m1 ഈസ് ഗ്രേറ്റർ ദാൻ m2. m1 എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ് അല്ലേ. സോ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? y എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ അല്ലേ, m എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഉണ്ട്. ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബീറ്റ 1. y1 ഡിസ്റ്റൻസിൽ m1 എന്ന് പറയുന്ന ഫ്രിഞ്ചസ് ഉണ്ട്, അതുപോലെ ബീറ്റ 1 ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫ്രിഞ്ച് വിട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ m1 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? y1 ബൈ ബീറ്റ 1 അല്ലേ. ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു ഫ്രിഞ്ചിന്റെ വിട്ട് എന്ന് പറയുന്നത് ബീറ്റ ആണെങ്കിൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എങ്ങനെ കിട്ടും? ആ ഒരു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒരു ഫ്രിഞ്ചിന്റെ വിട്ട് അല്ലേ. സോ y1 ബൈ ബീറ്റ 1. സോ സെയിം ഡിസ്റ്റൻസിലാണ് രണ്ടും. സോ y ബൈ ബീറ്റ 1 എന്ന് മാത്രം മതി അല്ലേ. y ബൈ ബീറ്റ 1 എന്ന് മാത്രം മതി. ദെൻ m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഡിവൈഡഡ് ബൈ ബീറ്റ 2 എന്ന് കിട്ടും. ഇത് y ഡിവൈഡഡ് ബൈ ബീറ്റ 1 എന്ന് കിട്ടും. നമുക്കറിയാം ബീറ്റ 2 ഇസ് ഗ്രേറ്റർ ദാൻ ബീറ്റ 1 അല്ലേ. ബീറ്റ 2 എന്ന് പറയുന്നത് ബീറ്റ 1നേക്കാളും വലിയ വാല്യൂ ആണ്. സോ ഇവിടെ ബീറ്റ 1 ബീറ്റ 2 ഉണ്ട് അല്ലേ. y ബൈ ബീറ്റ 2, y ബൈ ബീറ്റ 1. ബീറ്റ 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് വലുതാണ്. സോ m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? m2 ഈസ് ലെസ് ദാൻ m1 അല്ലേ. m2 എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഡിനോമിനേറ്ററിൽ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ വാല്യൂ കുറയും. സോ ഈ വാല്യൂ ആയിരിക്കും m2 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ചെറിയ വാല്യൂ അല്ലേ. m2 ചെറുതായിരിക്കും. സോ ഇവിടെ നോക്കിയേ m1 ഇസ് ഗ്രേറ്റർ ദാൻ m2. ശരിയാണ്, ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. കിട്ടിയോ? നെക്സ്റ്റ് വൺ, ഫ്രം ദ സെൻട്രൽ മാക്സിമം തേർഡ് മാക്സിമം ഓഫ് ലാംഡ 2 ഓവർലാപ്സ് വിത്ത് ഫിഫ്ത്ത് മിനിമം ഓഫ് ലാംഡ 1. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം.
എന്താ പറഞ്ഞിരിക്കുന്നത്? തേർഡ് മാക്സിമം ഓഫ് ലാംഡ 2 അല്ലേ? തേർഡ് മാക്സിമം ഓഫ് ലാംഡ 2 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? തേർഡ് മാക്സിമം ഓഫ് ലാംഡ 2. മാക്സിമം കണ്ടീഷൻ എന്താ? n ലാംഡ ആണ് അല്ലേ? n ലാംഡ d ഡിവൈഡഡ് ബൈ സ്മോൾ d ആണ്. സോ തേർഡ് മാക്സിമം എന്ന് പറയുമ്പോൾ 3 ലാംഡ ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു തേർഡ് മാക്സിമം ഓഫ് ലാംഡ 2 600 അല്ലേ? 600 ഇൻറ്റു d ഡിവൈഡഡ് ബൈ സ്മോൾ d. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 1800 ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d. ഇതാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ ഓവർലാപ്സ് വിത്ത് ഫിഫ്ത്ത് മിനിമം ഓഫ് ലാംഡ 1. ഫിഫ്ത്ത് മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? ഫിഫ്ത്ത് മിനിമം മിനിമത്തിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഫിഫ്ത്ത് മിനിമം എന്താണ്? 2n-1 ഇൻറ്റു ലാംഡ ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ 2d അല്ലേ? ഇതാണ് മിനിമത്തിന്റെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ n-ന്റെ വാല്യൂ എത്രയാ? n is equal to 5 ആണോ? 3 അല്ലേ? ഫിഫ്ത്ത് 5 ആണല്ലേ? യെസ് 5 ആണ്. സോ 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 10 വരും. 10-1 എന്ന് പറയുമ്പോൾ 9 ലാംഡ d ഡിവൈഡഡ് ബൈ 2d. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? 400 അല്ലേ? 400 ആണ്. സോ 9 ഇൻറ്റു 400 ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2d അല്ലേ? സോ 2ഉം 4ൽ 2 ടൈംസ് ആണ്. സോ 2 ഇൻറ്റു 9 18 ആണ്. സോ 1800 d ഡിവൈഡഡ് ബൈ സ്മോൾ d എന്ന് വരും അല്ലേ? സെയിം അല്ലേ? ഇവിടെയും നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയത്. സോ ഓപ്ഷൻ നമ്പർ സിയും എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ് അല്ലേ? ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ ആംഗുലർ സെപ്പറേഷൻ ഓഫ് ഫ്രിഞ്ചസ് ഓഫ് ലാംഡ 1 ഇസ് ഗ്രേറ്റർ ദാൻ ലാംഡ 2. ലാംഡ 1ന്റെ ആംഗുലർ സെപ്പറേഷൻ അല്ലേ? ആംഗുലർ സെപ്പറേഷന്റെ ഇക്വേഷൻ എന്താണ്? ആംഗുലർ സെപ്പറേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ഡി അല്ലേ? ബീറ്റ ബൈ ഡി അല്ലേ? ആണോ? ബീറ്റ ബൈ സ്മോൾ ഡി ആണോ ക്യാപിറ്റൽ ഡി ആണോ? സ്മോൾ ഡി ആണോ ക്യാപിറ്റൽ ഡി ആണോ? ക്യാപിറ്റൽ ഡി ആണല്ലേ? ക്യാപിറ്റൽ ഡി ആണ്. സോ ബീറ്റ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. ഓക്കെ, ഇനി നമുക്കറിയാം തീറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ 1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ആണ്. അതുപോലെ തീറ്റ 2 ഈസ് ഈക്വൽ ടു ബീറ്റ 2 ഡിവൈഡഡ് ബൈ ഡി ആണ് അല്ലേ? ബീറ്റ 2 ഡിവൈഡഡ് ബൈ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ബീറ്റ 2 ഇസ് ഗ്രേറ്റർ ദാൻ ബീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? തീറ്റ 2 ഇസ് ഗ്രേറ്റർ ദാൻ തീറ്റ 1 എന്ന് കിട്ടും. ഓപ്ഷൻ നോക്കാം നമുക്ക്. ആംഗുലർ സെപ്പറേഷൻ ഓഫ് ഫ്രിഞ്ചസ് ഓഫ് ലാംഡ 1 ഇസ് ഗ്രേറ്റർ ദാൻ ലാംഡ 2. അതായത് അവർ പറയുന്നത് തീറ്റ 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ തീറ്റ 2 എന്നാണ്. കറക്റ്റ് ആണോ? ഇതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ അല്ലേ? ഇതെന്താണ്? തെറ്റാണ്. സോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? എയും ബിയും സിയും എന്താണ്? കറക്റ്റ് ആണ്. കിട്ടിയോ? ഓപ്ഷൻ എ ബി സി കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എന്താണ്? റോങ് ആണ്. കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.